വികസനത്തിന്റെ പാതയിൽ എൽഡിഎഫ് സർക്കാർ 100ാം ദിനത്തിലേക്ക് ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിച്ചും കശുവണ്ടി ഫാക്ടറികൾ തുറന്നും ആരോഗ്യ കാർഷിക മേഖലകളിൽ പുത്തൻ ഉണർവ് നൽകിയുമാണ് സർക്കാർ 100ാം ദിനത്തിലെത്തുന്നത്. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചാണ് എൽഡിഎഫ് സർക്കാരിന്റെ ധീരമായ ചുവടുവയ്പ്പുകൾ. മെയ് 25-ന് അധികാരമേറിയ എൽഡിഎഫ് സർക്കാർ ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂന്നിയും പ്രകടന പത്രിക യാഥാർത്ഥ്യമാക്കിയുമാണ് നാളെ 100ാം ദിനത്തിലെത്തുന്നത്. ക്ഷേമ പെൻഷൻ 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചതടക്കമുള്ള ജനകീയ തീരുമാനങ്ങൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടായിരുന്നു തുടക്കം. ഒപ്പം മുടങ്ങിക്കിടന്ന പെൻഷൻ കുടിശ്ശിക തീർത്ത് വീട്ടിലെത്തിച്ചു തുടങ്ങിയത് 37.12 ലക്ഷം പെൻഷൻകാർക്കാണ് ആശ്വാസമായത്. കൂടാതെ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത പാവങ്ങൾക്ക് ആശ്വാസമായി മുഖ്യമന്ത്രിയുടെ പ്രത്യേക കടാശ്വാസ പദ്ധതിയും യാഥാർത്ഥ്യമായി. കടുത്ത സാമ്പത്തിക മാന്ദ്യത്തിന്റെ നാളുകളിലാണ് കേരളത്തിന് താങ്ങായി ബജറ്റിലെ പ്രത്യേക മാന്ദ്യവിരുദ്ധ പാക്കേജിന്റെ പ്രഖ്യാപനം. അടിസ്ഥാന സൗകര്യ വികസനത്തിനും കാർഷിക ആരോഗ്യ മേഖലയ്ക്കും ബജറ്റിൽ പ്രത്യേക ഊന്നൽ നൽകി. ഏറെക്കാലമായി പൂട്ടിക്കിടന്ന കശുവണ്ടി ഫാക്ടറികൾ തുറന്നത് ധീരമായ സർക്കാർ നിലപാടാണ് ഉയർത്തിക്കാട്ടിയത്. ഒപ്പം സാധാരണക്കാരന്റെ കുടുംബ ബജറ്റുകൾ ഭദ്രമാക്കാൻ വിപണി ഇടപെടലും. പൊതുവിപണിയിലെ വിലക്കയറ്റ ദിനങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ്, ഹോർട്ടികോർപ്പ് എന്നിവിടങ്ങളിലൂടെ മിതമായ നിരക്കിലാണ് സർക്കാർ സാധനങ്ങൾ ജനങ്ങൾക്കെത്തിച്ചത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ അനധികൃത ഭൂമി കൈമാറ്റങ്ങൾ റദ്ദാക്കി മെത്രാങ്കായൽ, ആറന്മുള എന്നിവിടങ്ങളിൽ കൃഷിയിറക്കാനുള്ള തീരുമാനവും അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ടതും അടച്ചുപൂട്ടിയതുമായ 4 സ്കൂളുകൾ ഏറ്റെടുത്തതും സർക്കാരിന്റെ വിപ്ലവകരമായ നടപടിയായി. പെരുമ്പാവൂർ ജിഷ വധക്കേസിൽ പുതിയ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചതും പ്രതി അനാറുളിനെ പിടികൂടിയതും സർക്കാരിന് മറ്റൊരു നേട്ടമായി. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചായിരുന്നു LDF സർക്കാരിന്റെ ചുവടുവയ്പ്പുകൾ. 100 ദിനം എന്നത് സർക്കാരിന് വലിയതല്ല. എന്നാൽ ഈ 100 ദിനത്തിനുള്ളിൽ ജനകീയ പ്രവർത്തനങ്ങളാൽ ജനപ്രീതി നേടി എന്നതാണ് സർക്കാരിന്റെ നേട്ടം. എസ് ഷീജ, തിരുവനന്തപുരം.